CPM ബന്ധം അവസാനിപ്പിച്ചുകൊണ്ട് താൻ രൂപീകരിക്കുന്ന ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള, അതായത് DMK എന്ന സംഘടന രാഷ്ട്രീയ പാർട്ടി അല്ല എന്നും നിലവിൽ ഒരു സാമൂഹിക കൂട്ടായ്മയാണെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് PV അൻവർ MLA. മഞ്ചേരിയിൽ ഇന്ന് നടക്കുന്ന യോഗത്തിൽ സാധാരണക്കാരായ മനുഷ്യരാണ് വരിക. തന്നെ സംബന്ധിച്ച് സാധാരണക്കാരായ മനുഷ്യരാണ് പ്രബല നേതാക്കൾ എന്നും PV അൻവർ പറയുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിലും ഉപതിരഞ്ഞെടുപ്പുകളിലും അടക്കം മത്സരിക്കുമെന്നും എന്നാൽ സംഘടനയുടെ ഇപ്പോഴത്തെ പേരിലാകുമോ അതെന്ന് പറയാനാവില്ലെന്നും അൻവർ വ്യക്തമാക്കി. നിലവിലേത് ഒരു സാമൂഹിക കൂട്ടായ്മയാണ്. സംസ്ഥാനത്തെ മൊത്തം വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി മുന്നോട്ടു പോകും. MLA സ്ഥാനം രാജിവെക്കുന്ന കാര്യം ആ സമയത്ത് ആലോചിക്കാമെന്നും അൻവർ പറയുന്നു. കേരളത്തിലെ ജനങ്ങളുടെ ജനാധിപത്യപരമായ മുന്നേറ്റമായതുകൊണ്ടാണ് ഇങ്ങനെയൊരു പേര് നിശ്ചയിച്ചത്. പകൽ സൂര്യ വെളിച്ചമുണ്ട്, എന്നാൽ രാത്രി ടോർച്ച് വെളിച്ചം തന്നെ വേണം. അതുകൊണ്ടാണ് ടോർച്ച് സംഘടനയുടെ പേരിനൊപ്പം വെച്ചത്. അർജുനും മനാഫും മതേതരത്വത്തിന്റെ പ്രതീകങ്ങളാണ്. എനിക്ക് മേലെ വർഗീയതയുടെ ചാപ്പ കുത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് മനാഫിന്റെയും അർജുന്റെയും ചിത്രം ബോർഡുകളിൽ വെച്ചത് എന്നും അൻവർ പറഞ്ഞു. സ്വന്തം നാടായതുകൊണ്ടാണ് മഞ്ചേരിയിൽ പ്രഖ്യാപനം നടത്താൻ തീരുമാനിച്ചത്. വീരചരിത്രമുറങ്ങുന്ന മണ്ണാണ് ഇവിടം, അൻവർ പറയുന്നു. ഇന്ന് നടക്കുന്ന അൻവറിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിനായി വലിയ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. 1,00,000 പേർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയെ തമിഴ്നാട്ടിലെ DMK മുന്നണിയുടെ ഭാഗമാക്കാൻ നീക്കം നടക്കുന്നു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇന്ത്യ മുന്നണി പ്രവേശനമാണത്രേ ലക്ഷ്യം. ഇന്നലെ ചെന്നൈയിലെത്തിയ അൻവർ DMKയുടെ ചില നേതാക്കളുമായി ചർച്ച നടത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇന്ന് വൈകിട്ട് നടക്കുന്ന യോഗത്തിൽ DMKയുടെ പ്രമുഖ നേതാവ് പങ്കെടുത്തേക്കുമെന്നും പറയപ്പെടുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ അടുപ്പക്കാരനും മന്ത്രിയുമായ സെന്തിൽ ബാലാജിയുമായി അൻവറിന്റെ മകൻ റിസ്വാൻ കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. DMK കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറി മുരുകേശനുമായി അൻവറും കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. സംഘപരിവാറിനെ ശക്തമായി പ്രതിരോധിക്കുന്ന സ്റ്റാലിന്റെ വ്യക്തിപ്രഭാവം തനിക്ക് ഗുണമാവുമെന്ന് അൻവർ കണക്കുകൂട്ടുകയാണ്. CPMനോടും മുഖ്യമന്ത്രി പിണറായി വിജയനോടും അടുത്ത ബന്ധം പുലർത്തുന്ന സ്റ്റാലിനെ ഗോഡ്ഫാദറാക്കിയുള്ള അൻവറിന്റെ കരുനീക്കം CPMലും സംഭ്രാന്തി പരത്തിയിട്ടുണ്ട്.